ഇന്ത്യൻ വിപണി തിരിച്ചുവരവിന്റെ പാതയിലെന്ന് വാൾസ്ട്രീറ്റ് ഭീമന്മാരുടെ പ്രവചനം. നിക്ഷേപകർ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നിക്ഷേപത്തിൽ നിന്ന് പിന്മാറാൻ സാധ്യതയെന്നും റിപ്പോർട്ട്. പതിറ്റാണ്ടുകൾക്കിടയിലെ ഏറ്റവും മോശം പ്രകടനം കാഴ്ചവെച്ച ഒരു വർഷമാണ് ഇന്ത്യൻ വിപണിയിൽ അവസാനിക്കുന്നത്. വരുമാന ഇടിവിന്റെ സൈക്കിൾ ഏറെക്കുറെ അവസാനിച്ചു. സമീപകാല നയപരമായ നടപടികൾ, പലിശ നിരക്ക് കുറയ്ക്കലുകൾ, GST പരിഷ്കരണം എന്നിവ ഉപഭോഗത്തിലൂടെയും ക്രെഡിറ്റിലൂടെയും വിപണിയിൽ എത്തുന്നുണ്ട്. അതിനാൽ 2026 ഒരു തിരിച്ചുവരവ് ഏറെക്കുറെ ഉറപ്പാണെന്നാണ് വാൾസ്ട്രീറ്റ് ഏജൻസികൾ വ്യക്തമാക്കുന്നത്. മോർഗൻ സ്റ്റാൻലി, സിറ്റി ഗ്രൂപ്പ്, ഗോൾഡ്മാൻ സാക്സ് തുടങ്ങിയ വമ്പന്മാർ ഇന്ത്യക്ക് അനുകൂലമായ നിലപാടെടുത്തിരിക്കുന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ട്രേഡിൽ നിന്നുള്ള റൊട്ടേഷൻ സാധ്യതയാണ് ഇവരുടെ റിപ്പോർട്ടിൽ പറയുന്നത്. CLSA ചീഫ് ഗ്ലോബൽ ഇക്വിറ്റി സ്ട്രാറ്റജിസ്റ്റ് അലക്സാണ്ടർ റെഡ്മാൻ നിരീക്ഷിക്കുന്നത് അടുത്ത വർഷം ആദ്യ പകുതിയിൽ AI ട്രേഡിന് ഇടിവുണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ്. ഇത് ഇന്ത്യയെ കൂടുതൽ ആകർഷകമാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. രാജ്യത്തെ പ്രമുഖ 100 കമ്പനികൾ എടുത്താൽ അവയുടെ ലാഭം സെപ്റ്റംബർ പാദത്തിൽ 12% വർദ്ധിച്ചു. ഇത് പ്രതീക്ഷിച്ചതിലും അല്പം കൂടുതലായിരുന്നുവെന്നും ഏജൻസികൾ ചൂണ്ടിക്കാണിക്കുന്നു. നിലവിൽ ഇടിവിലാണെങ്കിലും ഏഷ്യൻ വിപണിയിൽ തിരിച്ചുവരാൻ സാധ്യതയുള്ള കറൻസിയായി ING ബാങ്ക് കാണുന്നത് രൂപയെയാണ്. പിക്ഡെറ്റ് അസറ്റ് മാനേജ്മെന്റിലെ പ്രശാന്ത് കോത്താരി 2026 വിദേശ നിക്ഷേപകർ ഇന്ത്യൻ വിപണിയിലേക്ക് തിരികെ എത്തുമെന്നാണ് പറയുന്നത്. ചുരുക്കത്തിൽ, നിക്ഷേപങ്ങൾ കുറവാണെങ്കിലും ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ പ്രതീക്ഷിച്ചതിലും മികച്ച നിലയിൽ തുടരുന്നു. മികച്ച പ്രവചനവുമായി വാൾസ്ട്രീറ്റിലെ ഭീമന്മാർ മുന്നോട്ട് വരുമ്പോൾ ഇന്ത്യൻ വിപണി അടുത്ത വർഷം വലിയ കുതിപ്പിന് ഒരുങ്ങുന്നു എന്നാണ് വിലയിരുത്തൽ.